നമസ്തേ. കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി വിവിധ ഹൈന്ദവ സംഘടനകൾ ഒന്നിക്കുന്നു. ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ യാത്ര മാർച്ച് 18 ആരംഭിച്ച് മാർച്ച് 19 സമാപിക്കും. കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7:30 യാത്ര ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്തെ കേരള സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമാപന സമ്മേളനത്തോടെ യാത്ര അവസാനിക്കും. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7:30 മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷൻ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര അനന്തപുരിയിൽ ആദിത്യവർമ്മ തമ്പുരാനായിരിക്കും സ്വീകരിക്കുന്നത്. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജാണ് ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയുടെ ഒരു രക്ഷാധികാരി. ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കണമെന്നും ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഹിന്ദു സമൂഹം അവഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സമയം എത്തിയിരിക്കുകയാണെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടുന്നു. മാർച്ച് 18 ആരംഭിക്കുന്ന യാത്ര കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കും. കൊല്ലം നഗരത്തിലെ ആനന്ദവല്ലീശ്വരം മഹാദേവ ക്ഷേത്രം, ചിന്നക്കട, തൃക്കടവൂർ, അഞ്ചാലുമൂട്, കുണ്ടറ, ഇഴുകോൺ, കൊട്ടാരക്കര, വെട്ടിക്കവല, കുന്നിക്കോട്, പുനലൂർ, അഞ്ചൽ, ആയൂർ, ചടയമംഗലം, നിലമേൽ, കിളിമാനൂർ, നഗരൂർ, ആറ്റിങ്ങൽ, മംഗലപുരം എന്നിവിടങ്ങളിലൂടെ യാത്ര സഞ്ചരിക്കും. ആദ്യ ദിവസത്തെ സമാപന സമ്മേളനം പോത്തൻകോട് പണിമൂല ദേവി ക്ഷേത്രത്തിലാണ് നടക്കുക. മാർച്ച് 19 രാവിലെ പോത്തൻകോട് നിന്ന് യാത്ര വീണ്ടും ആരംഭിക്കും. ചെമ്പഴന്തി, ശ്രീകാര്യം, ഉള്ളൂർ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷം യാത്ര തിരുവനന്തപുരത്തെത്തും. അവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപന സമ്മേളനം നടക്കും. തുടർന്ന് സർക്കാരിന് അവകാശ പത്രിക സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഈ യാത്രയിൽ പ്രധാനമായും 24 ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ഹൈന്ദവ ആധ്യാത്മിക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക, ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക, ക്ഷേത്രഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കുക, സംസ്കൃത പഠനം സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കുക, ക്ഷേത്ര വരുമാനത്തിന്റെ ഒരു ഭാഗം നിർധന ഹൈന്ദവർക്കായി വിനിയോഗിക്കുക, ക്ഷേത്രങ്ങളിലെ സമ്പത്തുകൾ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കുക. ഇതോടൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരാധ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന സന്ദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നു. യാത്രയ്ക്ക് യജ്ഞാചാര്യൻ മാത്രസുന്ദരേശൻ നേതൃത്വം നൽകും. പ്രസിഡന്റ് ഹരിദാസ് എറണാകുളം, ജനറൽ കൺവീനർ സിന്തൻ കല്ലുംപുറം എന്നിവരാണ് സംഘാടക സമിതിയുടെ ഭാരവാഹികൾ. പുനലൂർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. സമാജ നന്മയും രാഷ്ട്ര നന്മയും ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ഈ യാത്രയ്ക്ക് ഹിന്ദു സമൂഹം ഒന്നിച്ചു പിന്തുണ നൽകണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു. യോജിപ്പാണ് വിജയം, ഒരുമയാണ് പെരുമ എന്ന സന്ദേശത്തോടെയാണ് ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. ഹൈന്ദവ ആധ്യാത്മിക പഠനത്തിനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് എല്ലാ ദേവസ്വം ബോർഡുകളിലും നടപ്പാക്കി ആധികാരികവും അംഗീകൃതവും ഏകീകൃതവുമായ ഹൈന്ദവ ആധ്യാത്മിക പഠന സമ്പ്രദായം നടപ്പാക്കുക, സജീവ രാഷ്ട്രീയ പ്രവർത്തകർ ക്ഷേത്രഭരണ സമിതികളിൽ വരുന്നത് തടയുന്ന നിയമം നടപ്പാക്കുക, കേരളത്തിൽ മതം തിരിച്ചുള്ള ജനസംഖ്യാ കണക്ക് സർക്കാർ പുറത്തുവിടുക, ദേവസ്വം ബോർഡുകളിലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക, ക്ഷേത്രഭൂമികളിലെ അനധികൃത കയ്യേറ്റം അവസാനിപ്പിച്ച് കയ്യേറിയ ക്ഷേത്രഭൂമികൾ എത്രയും വേഗം തിരിച്ചു പിടിക്കുക, ഹിന്ദുവിരുദ്ധ ചിന്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നവരെ ക്ഷേത്ര സംബന്ധമായ എല്ലാ പദ്ധതികളിൽ നിന്നും ഒഴിവാക്കുക, ഹൈന്ദവ ആധ്യാത്മിക പഠന ക്ലാസുകളിൽ പഠിച്ചു വിജയിച്ചവർക്ക് മാത്രം ദേവസ്വം ബോർഡുകളിൽ നിയമനം നൽകുക, ക്ഷേത്രങ്ങളിലെ ക്ഷേത്രാചാര അനുഷ്ഠാന വിരുദ്ധമായ കലാപരിപാടികൾ നിർത്തലാക്കുക, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെയും മറ്റു ക്ഷേത്രങ്ങളുടെയും വരുമാനത്തിന്റെ 25% തുക അതാത് ക്ഷേത്രങ്ങളുടെ പരിസരത്തുള്ള നിർധനരും അർഹരുമായ ഹൈന്ദവ ജനതയെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതിന് നിയമം നിർമ്മിച്ച് നടപ്പാക്കുക, ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ നിയമനിർമ്മാണം നടത്തുക, ദേവസ്വം ബോർഡ് അധികാരികളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി നിയമം പരിഷ്കരിക്കുക, എല്ലാ മതങ്ങളെയും
തുല്യമായി പരിഗണിക്കാൻ സർക്കാർ തയ്യാറാവുക. മതങ്ങൾക്കുള്ള എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും അവസാനിപ്പിച്ച് അർഹതയുള്ള മനുഷ്യർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകാൻ നിയമം നിർമ്മിക്കുക. എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണം ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ നിലവിലെ അവസ്ഥ നിർണയിച്ച് സംരക്ഷിക്കുവാനുള്ള പദ്ധതി നടപ്പാക്കുക. സംസ്കൃത പഠനം എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കുക. കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കുക. ഹിന്ദു മതത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ന്യൂനപക്ഷത്തിന്റെ കീഴിൽ സർക്കാർ തലത്തിൽ രൂപീകരിച്ച കേരള പരിവർത്തിത ക്രൈസ്തവ ക്ഷേമനിധി ബോർഡ് നിർത്തലാക്കുക. ഹിന്ദുമതത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് മറ്റു മതങ്ങൾ പിന്തുടരുകയും എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നവർക്കെതിരെ സിവിലായും ക്രിമിനലായും കേസെടുക്കുക. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെങ്കിലും ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവ് അവസാനിപ്പിക്കുക. ശബരിമല പ്രതിവർഷ വരുമാനത്തിന്റെ 10% തുക അയ്യപ്പധർമ്മ പ്രചാരണത്തിനായി വിനിയോഗിക്കുക. ക്ഷേത്രങ്ങളിൽ അഴിമതി നടത്തി നിയമ നടപടികൾ നേരിടുന്ന ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്നും പിരിച്ചുവിടുക. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരാത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വചനം എല്ലാ വിദ്യാലയങ്ങളിലും സർക്കാരിതര പൊതുസ്ഥാപനങ്ങളിലും എഴുതി ബോർഡാക്കി പ്രദർശിപ്പിക്കുവാൻ സർക്കാർ ഉത്തരവിടുക. 41 ദിവസത്തെ വ്രതം കൃത്യമായി പാലിക്കുന്നവർക്ക് മാത്രം ശബരിമല 18ാം പടി ചവിട്ടാൻ കഴിയൂ എന്ന നിയമം കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങി 24 ആവശ്യങ്ങളാണ് ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടനുബന്ധിച്ച് നടന്ന പ്രസ് മീറ്റിൽ ഹരിദാസ് മഹാദേവ്, ശ്രീജേഷ്, മാത്ര സുന്ദരേശൻ, സിന്ധൻ കല്ലുംപുറം, വിജയാധരൻ പിള്ള എന്നിവർ പങ്കെടുത്തു.